അജിത നായർ വെറൈറ്റി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇപ്പം വേനൽക്കാലമായിട്ട് നമ്മുടെയൊക്കെ മുടി ഒരുവിധമൊക്കെ പൊഴിയുന്നുണ്ട്. അതുപോലെ ഭയങ്കരമായിട്ട് മുടി പൊഴിച്ചിലുണ്ടാകുന്നവർക്കും ആ മുടി എങ്ങനെ നമുക്ക് രണ്ടാമത് ഉള്ളോടുകൂടി വളർത്താം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഈ ടിപ്പ് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യണം. ഇത് ചെയ്തു കഴിഞ്ഞാല് പൊഴിഞ്ഞു പോയ മുടി അതേപോലെ തന്നെ വളരുകയും ചെയ്യും. അപ്പം നമുക്ക് മുടി പൊഴിച്ചില് ഒട്ടും ഉണ്ടാകത്തുമില്ല. ആ പൊഴിഞ്ഞു പോയ മുടി മാത്രമല്ല, അല്ലാത്ത മുടിയും നല്ല പോലെ ഇഷ്ടമാതിരി വളരുകയും ചെയ്യും. മുടി പാരമ്പര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പാരമ്പര്യമാണെന്നും പറയാം, അല്ലെന്നും പറയാം. ചിലവരുടെ പാരമ്പര്യം അനുസരിച്ച് അധികം മുടിയൊന്നും കാണത്തില്ല. പക്ഷേങ്കിലുണ്ടല്ലോ, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവർക്ക് ഇഷ്ടമാതിരി മുടി വളർന്ന കാര്യങ്ങളും ഉണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളും ഉണ്ട് അതിനകത്ത്. കാരണം അവരുടെ വീട്ടിലൊന്നും പാരമ്പര്യമായിട്ട് മുടി ഇല്ലാത്തതാണ്. പക്ഷേങ്കിൽ അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം പോലെ മുടിയുള്ളവരായിട്ട് എനിക്ക് ഒരുപാട് പേരെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പാരമ്പര്യമാണോ എന്ന് ചോദിച്ചാൽ അത് അങ്ങനെ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. അപ്പൊ നമ്മള് നമ്മുടെ മുടിയെ സംരക്ഷിക്കുന്ന പോലെ ഇരിക്കും മുടിയുടെ വളർച്ച. അപ്പൊ ഇന്നത്തെ അതിനുള്ള ഒരു ടിപ്സാണ്. ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല എന്താ പറയുന്നേ, പനങ്കുല പോലെ എന്നൊക്കെ മുടിയൊക്കെ ഇല്ലേ, അങ്ങനൊക്കെ വളരെ ഉറപ്പായിട്ട്. പക്ഷെ ഞാൻ പറയുന്ന രീതിയിൽ തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല കേട്ടോ. ഉറപ്പായിട്ടും വളരും. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് കണ്ടു നോക്കാം. അപ്പൊ ഇതിനായിട്ട് ആദ്യം നമ്മൾ എടുക്കേണ്ടത് കുറച്ച് കരിഞ്ജീരകമാണ്. കുറച്ച് കരിഞ്ജീരകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ തവിയില്ലേ, അതിനൊരു 2 തവി കരിഞ്ജീരകം എടുത്തു. കരിഞ്ജീരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി വളരാനും നല്ലതാണ്, മുടിക്ക് നന്നായിട്ട് കറുപ്പ് കിട്ടാനും നല്ലൊരു സാധനമാണ് കരിഞ്ജീരകം. കരിഞ്ജീരകം നമ്മൾ നന്നായിട്ടൊന്ന് വറക്കുക. നന്നായിട്ടെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വേണ്ട, നമുക്ക് പൊടിക്കാൻ പറ്റുന്ന ഒരിതുണ്ടല്ലോ, അതുപോലെ കരിഞ്ജീരകം വറുത്തെടുക്കുക. അതിനുശേഷം അതിനെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തതിന് ശേഷം അതിന് ഇപ്പൊ ഒരു ഇരുമ്പിന്റെ തവയോ എന്തായാലും എടുക്കുക, ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഈ പൊടിച്ച കരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ഗ്ലാസ് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്നൊരു വിധം കുറുക്കിയെടുക്കുക. നമുക്കറിയാലോ, അടുപ്പയിൽ വെച്ച് കുറുക്കിയെടുക്കാൻ എല്ലാവർക്കും അറിയാലോ. അപ്പം ഭയങ്കരമായിട്ട് കുറുകരുത്, ഒരുമാതിരി ഒരു സെമി പരുവാകുമ്പോഴത്തേക്ക് നിങ്ങൾ ഗ്യാസ് ഓഫ് ചെയ്യുക. അത് തണുക്കാനായിട്ട് അതിനെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ അതിനകത്തോട്ട് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആവണക്കെണ്ണ നമ്മുടെ മെഡിക്കൽ ഷോപ്പിലും ഈ ആയുർവേദ കടയിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണ്. എൻ്റെ കയ്യിൽ ഉണ്ട്, ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്, എൻ്റെ കയ്യിൽ അത് ഇരിപ്പുണ്ട്. അപ്പൊ ആവണക്കെണ്ണ അതിനകത്തേക്ക് 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. 1 സ്പൂൺ ആവണക്കെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ അലോവര ജെല്ല്. നമ്മുടെയൊക്കെ വീട്ടിൽ അലോവര ഉണ്ട്. പക്ഷെ ആ അലോവര ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരുപാട് ദിവസം ഇരിക്കത്തില്ല. അപ്പൊ തന്നെ നമുക്ക് തേക്കാനായിട്ട് പറ്റത്തേ ഉള്ളൂ. അതുപോലെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അലോവര ജെല്ല് ഉപയോഗിക്കുവാണെങ്കിൽ നമുക്കിത് ഒരാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും. നമ്മുടെ ഫ്രഷ് അലോവരയുടെ ജെല്ല് ചേർത്ത് കഴിയുമ്പോഴത്തേക്കും അത് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും അതിനൊരു വല്ലാത്ത സ്മെല്ല് വരും. ഇതാകുമ്പോൾ ആവക പ്രശ്നമൊന്നുമില്ല, നമ്മുടെ ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെ ഇരിക്കും. ഇത് ദിവസവും ചെയ്യണം കേട്ടോ. എന്നിട്ട് ഞാൻ മുഴുവൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പം അലോവര ജെല്ലും ആവണക്കെണ്ണയും കൂടെ ഈ നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം കൂടുതൽ നമ്മുടെ ഈ തലയോട്ടിയിലാണ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കേണ്ടത്. മുടിയിലും തേച്ച് പിടിപ്പിക്കാം. അങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നേരം ഇരുന്നാൽ മാത്രം മതിയാകും. അത് ദിവസവും ചെയ്യുക. ഒരു 3 ദിവസം ആവുമ്പോൾ തന്നെ നമ്മുടെ ഈ മുടി പൊഴിയുന്ന, അതായത് മുടി പൊഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലവരുടെ മുടി ഇങ്ങനെ തലേന്ന് മാന്തി പറിക്കുന്ന രീതിയിൽ പൊഴിയുന്ന മുടി പൊഴിച്ചിലില്ല, അതിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് മുടി പൊഴിച്ചിൽ 1-2 മുടി അല്ലെങ്കിൽ 5-6 മുടി പൊഴിഞ്ഞു പോകുന്ന കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. കട്ടയായിട്ട് മുടി പൊഴിയുന്നില്ലേ, അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് സങ്കടം വരത്തില്ലേ? അങ്ങനെയുള്ള മുടി പൊഴിച്ചിലിന്റെ കാര്യമാണ് പറയുന്നത്. 3 ദിവസം ആവുമ്പോഴത്തേക്കും ഇത് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുടി പൊഴിച്ചിൽ നിൽക്കുകയും ചെയ്യും, മുടി നന്നായിട്ട് വളരുകയും ചെയ്യും. വലിയ പാടൊന്നും ഇല്ലാത്ത കാര്യമല്ലേ ഇത്, സിമ്പിൾ കാര്യമല്ലേ. ഇതെല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. വെറും സിമ്പിളാണ് അല്ലെ.
നമുക്കൊരു 10 മിനിറ്റ് മതിയായിരിക്കും. 10 മിനിറ്റ് നമുക്ക് ചെലവാക്കി കഴിഞ്ഞാൽ നമ്മുടെ മുടി കൊഴിച്ചിലിൽ നിന്ന് നമുക്ക് രക്ഷ നേടുകയും ചെയ്യാം. മുടി നന്നായിട്ട് തന്നെ മുടി വളരുകയും ചെയ്യും. ഞാൻ ഗ്യാരണ്ടിയാണ്. എൻ്റെ മുടി ഇതുപോലെ ചെറുതായിട്ട് പൊഴിയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ചെയ്ത കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കാറുള്ളൂ. മനസ്സിലായോ? അപ്പം ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പം ഇത് എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമന്റ് ഇടണം. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.